Good morning. Good morning, ma'am. Good Good morning, ma'am. morning. Good morning, ma'am. Good morning, ma'am. Morning all. Good morning, ma'am. Good morning, ma'am. നിങ്ങളോട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് പ്രെയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിയപ്പോ? Morning, ma'am. ഗുഡ് മോർണിംഗ് ഓൾ. പ്രെയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? Yes, ma'am. ഇന്നാരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ പ്രെയറിന്? പ്രെയറിന് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? മറുപടി ഒന്നും ഇല്ലാതെ പ്രെയറിന് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നല്ലോ. ഞാൻ ചെയ്തിട്ടില്ല മാം. ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. Okay, ma'am. ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം നമുക്ക് ഓരോരുത്തർക്ക് തീരുമാനിക്കാം. അങ്ങനെയാണ്. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതില് ഒരു ലീഡറിനെ കണ്ടെത്താം. ഒരു മാസത്തേക്കുള്ള ഒരാള് ആരാണ് പ്രെയർ പറയേണ്ടതെന്നും അതേപോലെ തന്നെ ആരാണെന്ന് സൈൻ ഇൻ പറയേണ്ടത്. സൈൻ ഇൻ എന്ന് പറയുമ്പോൾ ഒരു കോട്ട്, ചിലപ്പോൾ വല്ല കോട്ടായിരിക്കും. കോട്ട്സ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു കോട്ട്സ് പറയാം. ഞാൻ എന്റെ പേര് അപർണ എന്നാണ്, ഞാൻ സൈൻ ഇൻ ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ സൈൻ ഇൻ പറയാം. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ സമയത്ത് സൈൻ ഔട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ക്ലാസ് ലീഡ് ചെയ്യാം. അപ്പൊ സൈൻ ഇനും സൈൻ ഔട്ടും ആരാ പറയേണ്ടത്, ആരാണ് പ്രെയർ പറയേണ്ടത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ തീരുമാനിക്കുന്നത് നോക്കാം. ആള് പറഞ്ഞോളാം. അങ്ങനെ ഒരു ഓർഡറിൽ നിങ്ങൾ ചെയ്ത് നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ, ഇന്ന് ആരാണ് പ്രെയർ പറഞ്ഞത്? പ്രെയർ പറഞ്ഞോട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ ഒരു PDF പോലത്തതാണോ കാണുന്നത്? അതോ ടീച്ചർ Okay, ma'am. ഞാൻ പാടാം. ഞാൻ പ്രണവനാദനം പ്രപഞ്ച പാലക പരമദീപമായി നീ അണയൂ. തപസ്സിലുഴലും തനയരിവനിൽ തമസകറ്റാൻ നീ അണയൂ. നിലയും അന്തരംഗങ്ങളിൽ വിജ്ഞാനദീപമായി നീ അണയൂ. അജ്ഞത നിറയും അന്തരംഗങ്ങളിൽ വിജ്ഞാനദീപമായി നീ അണയൂ. സത്യവും പാരിൽ പുളർത്താൻ സത്യത്തിൻ നാഥനായി നീ വളരൂ. സത്യവും നീതി പാരിൽ പുറന്നിടാൻ സത്യത്തിൻ നാഥനായി നീ അണരൂ. പ്രണവനാദനാം പ്രപഞ്ച പാലക പരമദീപമായി നീ അണരൂ. താങ്ക് യു. താങ്ക് യു, നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ, സൈൻ ഇൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല, നെക്സ്റ്റ് ക്ലാസ് മുതൽ മതി. സൈൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. Yes, ma'am. പറഞ്ഞോടാ. If we want real peace in the world, we should start educating children. ഗാന്ധിജിയുടേതാ. ഓക്കെ, എന്നിട്ട് സൈൻ ഇൻ ബൈ മോന്റെ പേരെന്താണ്? Signing by അഞ്ജു രാകേഷ്. ഓക്കെ, സൈൻ ഇൻ ബൈ അഞ്ജു രാകേഷ്. ഓക്കെ, സൈൻ ഔട്ടിന്റെ സമയത്തും കോട്ട് പറയാം. എന്നിട്ട് ലാസ്റ്റ് പേരും കൂടി പറയാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡേ ആണല്ലോ ക്ലാസ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ടാലോ? ഞാൻ എന്റെ പേര് പറയാം. എന്റെ പേര് അപർണ എന്നാണ്. നിങ്ങളുടെ മോണ്ടിസോറിയുടെ ഫാക്കൽറ്റി ആണ്.
ഞാൻ എടുക്കുന്നത് പാർട്ട് 1 ആണ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന പോർഷൻ. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ മൊഡ്യൂള്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ ഈ വർഷത്തെ ഫസ്റ്റ് ക്ലാസ് ആണല്ലേ. അപ്പൊ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? അല്ലെങ്കിൽ സാധാരണ ഒരു ദിവസം പോലെ തന്നെ ആയിരുന്നു എല്ലാവർക്കും? അടിച്ചു പൊളിച്ചല്ല, സൂപ്പർ ആയിരുന്നു. ആണല്ലേ. കേക്ക് കട്ട് ചെയ്ത് നല്ല ഉഷാറായിട്ട് പരിപാടി എടുത്തു. ബുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യണേ? പിന്നെ ഇതിപ്പോ നിങ്ങള് പറയണത് കേട്ട് എഴുതിയാ മതിയോ? അതിപ്പോ നിങ്ങളൊരു കാര്യത്തിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലേ? ഓക്കെ. ബുക്ക് എല്ലാവരും ഓർഡർ കൊടുത്തിട്ടുണ്ടോ? ആരും വിളിച്ചിട്ടില്ല, വിളിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മനസ്സിലായില്ല. വിളിക്കുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടേ. കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഓർഡർ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, സ്റ്റുഡൻസ് ടീമിന്റെ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ബുക്ക് ഓർഡർ കൊടുത്തോട്ടോ. വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 ദിവസത്തിനകം വെച്ച് അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. നമുക്കിന്ന് പരിചയപ്പെടാം ഓരോരുത്തർക്കായിട്ട്. ഫസ്റ്റ് ഡേ ആണ്, നിങ്ങളുടെ ബുക്ക് ഒന്നുമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻട്രോഡക്ഷൻ ക്ലാസ് അത് പിന്നെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഒരാള് സംസാരിക്കുമ്പോ ബാക്കി എല്ലാവരും മ്യൂട്ട് ആക്കണം. കേട്ടല്ലോ? കേട്ടാ? ഒരാൾ സംസാരിക്കുമ്പോ ഇപ്പൊ എപ്പോഴായാലും കേട്ടാ, നമ്മൾ ഇത് ക്ലാസ് എടുക്കുന്ന സമയത്തായാലും അതേപോലെ നമ്മൾ ഓരോ ടോപ്പിക് ഓരോരുത്തരെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കും, അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയിപ്പിക്കും. ആ സമയത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അയാളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? മ്യൂട്ട് ആക്കാം. അദ്ദേഹം പറഞ്ഞതിന് ശേഷം, ആ കുട്ടി പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം? മ്യൂട്ട് ഓൺ ആക്കിയിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. ഓക്കെ അല്ലേ? ആരാണ് ആദ്യം പരിചയപ്പെടുന്നത്? ഓക്കെ, എവിടെന്നാന്ന് മാത്രം പറഞ്ഞാൽ വിളിക്കാം. നസീമ. ഗുഡ് മോർണിംഗ്. നസീമ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണോ കേട്ടോ. നസീമ. മലപ്പുറം ജില്ലയില് മഞ്ചേരിക്കടുത്ത് ആലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേൾക്കുന്നില്ല? നിങ്ങൾ പറഞ്ഞത് എന്താ? കേട്ടില്ല. ഞാന് SLCയും പിന്നെ +2 ഒക്കെ ഈക്വലൻസി എഴുതിയിട്ട് അങ്ങനെ പാസ്സായതാണ്. അത് രണ്ടിന്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ടാണ്. അതിനുശേഷം ഇപ്പൊ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നല്ലൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ലാംഗ്വേജ് എങ്ങനെയാണ്? മുന്നിൽ വായിക്കാനും ഒക്കെ കുഴപ്പമുണ്ടോ? എങ്ങനെ? ഇംഗ്ലീഷ് വായിക്കാനും അതേപോലെ വായിച്ച് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല, അല്ല അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിലും വായിക്കാനും എഴുതാനും ഒന്നും കുഴപ്പമില്ല. പിന്നെ നമ്മള് പഠിച്ചതിലേറെ നമ്മളെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അറിവാണ് പിന്നെയുള്ളത്. വലിയ മോനെ ഫസ്റ്റത്തെ കുട്ടികളെ നമ്മൾ കുറച്ച് അധികം ശ്രദ്ധിക്കുമല്ലോ. ഫസ്റ്റത്തെ വലിയ മോന് ഗൾഫിലാണ്, ദുബായിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. മോള് പിന്നെ ഫുഡ് ടെക്നോളജി കഴിഞ്ഞിട്ട് ഇപ്പൊ അതിലല്ല ജോബ് ചെയ്യണത്, വേറെ ഒന്നിലാണ്. പിന്നെ മോന് ചെറിയൊരു കുട്ടിയുണ്ട്. പിന്നെ ഒരാള് ഡിഗ്രിക്കും പഠിക്കണ, ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചൊരു ഫ്രീ ടൈം ആയപ്പോ ഇങ്ങനെ ഒന്ന് എൻഗേജ്ഡ് ആവണം എന്നുണ്ടായിരുന്നു എന്തെങ്കിലും കാര്യത്തില്. അപ്പൊ അങ്ങനെ ഇഷ്ടമാണ് പഠിപ്പിക്കാൻ, അങ്ങനെ ഇറങ്ങിയതാ. ഓക്കെ, അപ്പൊ ഇല്ലേ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരാണെങ്കിൽ ചോദിക്കണം. കാരണം മുമ്പും ഇതേപോലത്തെ കുട്ടികളെ വേറെ ബാച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ആദ്യം വന്നപ്പോ ഇംഗ്ലീഷൊക്കെ വായിക്കാൻ കുറെ നാൾ നമ്മളുടെ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ അവരിപ്പോ തനിയെ തന്നെ സെന്റൻസ് ഒക്കെ വായിക്കാനും അതിന്റെ അർത്ഥമൊക്കെ പറയാനൊക്കെ തുടങ്ങി. ഒരുപാട് മാറ്റം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു കോഴ്സ് കൊണ്ട് തന്നെ. അപ്പൊ നിങ്ങളെ നന്നായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കും. ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക, ക്ലാരിഫൈ ചെയ്യുക, അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഈ മോണ്ടിസോറി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്ന സിലബസ് അത് തന്നെ കാണാതെ എഴുതുക അല്ലെങ്കിൽ അത് തന്നെ കാണാതെ പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ അല്ല. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ PDF എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമാണ്.
നമുക്ക് ഇത് എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ മാർക്കിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് നമ്മുടെ മോണ്ടിസോറി ബുക്ക്. ഇതിനപ്പുറത്തേക്കാണ് ഇതിന്റെ നമ്മളുടെ എന്താ പറയാ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ അക്വയർ ചെയ്യേണ്ട അറിവുകൾ എന്ന് പറയുന്നത്. അപ്പൊ മോൻ എന്ത് ചെയ്യാം, അതോടൊപ്പം എന്ത് ചെയ്യാം, ഓരോന്ന് ക്യാച്ച് ചെയ്തൊക്കെ വരാട്ടോ. പിന്നെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്താ ചെയ്യണൊക്കെ നോക്കിയിട്ടേ അവരുടെ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടൊക്കെ ആവുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കയറിയത്. ഓക്കേടാ, അതുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോണോട്ടാ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ആക്കിയത് പിന്നെ ക്ലാസ്സുകള് അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇപ്പൊ ഒരു പ്രാവശ്യം ഒന്നുമില്ലേ റെക്കോർഡ് ക്ലാസ് എടുത്ത് കാണുമ്പോ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ലൈവ് ക്ലാസ്സുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കാം, സ്കിപ്പ് ആക്കാതെ. ഇനിയിപ്പോ ഒരു 11-ാം തീയതി ഒക്കെ ആവുമ്പോൾ മോനും മരോളും ചെറിയൊരു കുട്ടിയും ഉണ്ട്, അവർക്ക് 1.5 വയസ്സായ. അവരൊരു മാസത്തിന് വരുന്നുണ്ട്. പക്ഷെ ഇത് റെക്കോർഡ് ക്ലാസ് ഉള്ളതും ഈ വർഷം കഴിയുമ്പോക്കിന് നമ്മളെ ഫയലുകളൊക്കെ പൂർത്തിയാക്കിയാൽ മതി എന്നുള്ളതും പ്രൊജക്റ്റ് ഒക്കെ അത് വലിയൊരു ആശ്വാസമാണ്. അതേ സമയത്ത് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവുമായിരുന്നു. നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ എല്ലാ മൊഡ്യൂൾ എല്ലാം ചെയ്തിട്ടുള്ളത്. അതാണ് വലിയൊരു ആശ്വാസം. റെക്കോർഡ് ക്ലാസ് ഉണ്ട്. പിന്നെ അസൈൻമെന്റ് റെക്കോർഡിന്റെ കാര്യമൊക്കെ പാർട്ട് യൂണിറ്റ് കുറച്ച് കഴിഞ്ഞിട്ടേ പറയുള്ളൂ, കുറെ ടൈം ഉണ്ടായിട്ടാ. നമ്മുടെ ഈ പാർട്ട് ഒരു 6 മാസം കഴിയാറാവുമ്പോഴേക്ക് പറഞ്ഞു തരുള്ളൂ, തുടങ്ങുള്ളൂ തോന്നുന്നുണ്ട്. ഒരു 4 months 5 months ഒക്കെ കഴിയുമ്പോഴേ റെക്കോർഡുകളുടെ കാര്യങ്ങൾ പറയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആരാണ്? പ്രിയങ്ക എന്നല്ലേ? അതെ, ഗുഡ് മോർണിംഗ് മാം, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്റെ പേര് പ്രിയങ്ക MP. ഓക്കെ, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്താണ് എന്റെ സ്ഥലം. ക്വാളിഫിക്കേഷൻ? ഞാന് ഡിഗ്രി കഴിഞ്ഞ് ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്തു. പിന്നെ 6 വർഷത്തോളം വർക്ക് ചെയ്തു. ഇപ്പൊ ഒരു 2 വർഷത്തെ ഗ്യാപ്പ്. ഓക്കേടാ. മഞ്ജുഷ? ഹാപ്പി ന്യൂ ഇയർ. ഇടുക്കി ജില്ലയിലെ ഞാന് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി. ഞാൻ കുറച്ച് നാള് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ കോഴ്സ് പൈസ അവന് കൊടുത്തത് എനിക്ക് അങ്ങ് കിട്ടി വന്നാ പോരായിരുന്നു. അന്നേരം പിന്നെ ഹലോ മാം, മഞ്ജുഷ ജോഷി പറഞ്ഞോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തോട്ടോ, കാര്യങ്ങൾ പറഞ്ഞോ. ഞാൻ ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു സ്കൂളില്. അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് അന്നേരം ഈ കോഴ്സിലേക്ക് അറിയുന്നേ, അന്നേരം ഇത് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ചെയ്യുന്നില്ല. ഞാന് ലീവ് വേക്കൻസി പോയതായിരുന്നു, വേറൊരു ടീച്ചർ ലീവ് എടുത്തപ്പോ. ഇപ്പൊ ഇല്ല, അപ്പൊ ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് ഒക്കെ എടുക്കണം. അപ്പൊ ട്രെയിനിങ്ങിന് പോകുകയൊക്കെ വേണോ കേട്ടോ. അത് വർക്ക് ചെയ്ത ഫാമിലി തന്നെ അല്ലെങ്കിൽ വർക്ക് ചെയ്ത സ്കൂളിൽ തന്നെ കിട്ടുമോ ഒന്ന് നോക്കണം കേട്ടോ. നമ്മള് ഇപ്പോഴല്ല, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം. കേട്ടല്ലോ? നെക്സ്റ്റ് ആരാണ്? ജസ്ന? ഹലോ മാം. ഹലോ, മാളവിക അല്ലെ? അതെ. ഗുഡ് മോർണിംഗ് മാം, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലത്ത് നിന്നാണേ. അതെ, +2 കഴിഞ്ഞിട്ട് ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചായിരുന്നു. പക്ഷെ ഡെലിവറി കാരണം പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്? ജോലിക്കൊന്നും കയറാൻ പറ്റില്ല. അതെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. പിന്നെ അക്ഷയ സെന്ററിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് 2-3 വർഷമൊക്കെ. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാ എനിക്ക് TTC ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാ ഇത് കണ്ടത്, ഗ്രൂപ്പിൽ വന്നിട്ട് പിന്നെ ചേരാന്ന് കരുതി.
ജസ്ന. ഹലോ മാം. ഹലോ മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് റോഷ്നി കുഞ്ഞുമോൻ എന്നാണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു. ജോലിക്കൊന്നും പോയില്ല. അപ്പോഴാണ് ടീച്ചിങ് കോഴ്സിനെ പരിചയപ്പെട്ടത്. ടീച്ചിങ് ഇഷ്ടം, അതുകൊണ്ട് ജോയിൻ ചെയ്തു. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ നല്ല സ്കോപ്പ് ഉള്ളതാണല്ലോ പോവാനേ. അത് മാം എനിക്ക് ഞാൻ ജോബൊന്നും നോക്കിയില്ല. അതുമല്ല വേക്കൻസി ഒക്കെ ഇവിടെയൊക്കെ കുറവാണെന്ന് തോന്നുന്നു. മോൻ എവിടെയാണ് സ്ഥലം പറഞ്ഞത്? എൻ്റെ വീട് കൊല്ലത്ത് കിഴക്കേക്കല്ലടയാണ്. കല്യാണം കഴിപ്പിച്ചത് പത്തനംതിട്ട അടൂരിലാണ്. ഓക്കേടാ. ഓക്കെ മാം. മാമിന്റെ പേരെന്തുവാ? എന്റെ പേര് അപർണ എന്നാണ്. താങ്ക് യു മാം. ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഹലോ, എൻ്റെ പേര് ഉഷ എന്നാണ്. ഞാൻ വയനാട്ടില് പിന്നെ മീനങ്ങാടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. മോനെന്തോരം പഠിച്ചിരിക്കണേ? ഞാൻ +2 കഴിഞ്ഞതാണ്. ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തോ ടീച്ചറായിട്ടാണോ? ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിത് തെരഞ്ഞെടുത്തേക്കുന്നത്. ഇപ്പൊ കറന്റ് വർക്കിംഗ് ആണ്? എങ്ങനെയാ? അല്ല, ഇപ്പൊ കറന്റ് അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണോ മോൻ? ചെയ്തോണ്ടിരിക്കുകയാണ്. ഹലോ മാം. ഹലോ മാം. ഹലോ, എൻ്റെ പേര് ലിൻസി. ഞാന് തൃശ്ശൂർ ജില്ലയിലെ എരുമപേട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാന് ഡിഗ്രി കഴിഞ്ഞതാണ്. പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചു. അതിനുശേഷം കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. ഒരു പ്രാവശ്യം സ്കൂളിൽ ജസ്റ്റ് ക്ലറിക്കൽ പോസ്റ്റിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കുട്ടികളായിട്ട് കൊണ്ട് പിന്നെ അങ്ങനെ അവരുടെ പഠിത്തമൊക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനെ കുറിച്ച് കേട്ടത്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു. ഹലോ മാം. ഹലോ മാം. ഹലോ മാം. കേൾക്കുന്നുണ്ടോ? ഞാൻ ശരണ്യാണ്. കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. മാം, ഞാൻ ഡിഗ്രി കഴിഞ്ഞു. PCH ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ മാം, കേൾക്കുന്നില്ലേ? ഡിഗ്രി കഴിഞ്ഞിട്ട് DCയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് GITDയിലെ പ്രീ പ്രൈമറി TTCയിലെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മൂന്നാമത്തെ കുട്ടീനെ പ്രഗ്നന്റ് ആയ സമയത്തായിരുന്നു. അതപ്പോൾ ഞാൻ ഒരു സാറ്റർഡേ മാത്രം ക്ലാസ്സിനേനു അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അത് അന്നേരം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ് എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ അപ്പം മോൻ കുറച്ച് ആളായപ്പോ ഞാൻ സ്കൂളിൽ കൊടുത്ത്. അപ്പൊ കൊടുക്കാൻ പോയാൽ അവര് പറഞ്ഞു ഇത് അത്ര വാല്യുബിൾ അല്ല എന്ന് പറഞ്ഞു. ഈ സർട്ടിഫിക്കറ്റ് അത്ര വാല്യുബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പഠിക്കുന്ന സമയത്ത് അവർ അത്രക്ക് വാലിഡിറ്റി അതിന് പറഞ്ഞു തന്നിട്ടാണ് അത് ചെയ്തത്. റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു ഇത് ഞാൻ പഠിച്ചത്. ഇതിനെക്കാട്ടി ഡബിൾ പൈസയും ഒരുപാട് ചെലവും ഉണ്ടായിരുന്നു. ശരിക്കും 25,000-ന് ജാസ്തി ആയിരുന്നു. റെക്കോർഡും അതിന് പുറമെ ബുക്കും റെക്കോർഡും കാര്യങ്ങളെല്ലാം ആയിട്ട് വലിയ പൈസയായിരുന്നു. അപ്പൊ അത്രയും പൈസ കൊടുത്ത് ഞാൻ പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ 2-3 സ്കൂളിൽ ഞാൻ പോയപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വാല്യുബിൾ അല്ലല്ലോ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിപ്പോ വേറൊരു ഏച്ചി, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഏച്ചി ഇത് സ്റ്റാറ്റസ് ഇട്ട് കണ്ടിട്ട് ഞാൻ ആ ഏച്ചിനോട് ചോദിച്ചപ്പോ ഏച്ചി പറഞ്ഞു ഇത് എനിക്ക് വേറെ ആൾ അയച്ചു തന്നതാണ്. അപ്പൊ നിനക്ക് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചുതരാം. അങ്ങനെയാണ് ഞാൻ വിളിച്ചു ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയാനും പറ്റും.
ഒരു പൈസേന്റെ കാര്യത്തിലായാലും കുറച്ചൊരു ഇളവുള്ള ഇതുമാണ്. ഞാൻ 2-3 ഇതുപോലെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് പറഞ്ഞു 25, 30, 40 അതിൽ കുറഞ്ഞിട്ടുള്ള ഒരു ഇതും ഇല്ല. അപ്പൊ പിന്നെ ഇത് കണ്ടപ്പാട് അപ്പാടന്നെ ഞാൻ സെർച്ച് ചെയ്തതാണ് മേഡം. പിന്നെ എനിക്ക് ഇതിന്റെ പിന്നെ സ്ക്രീൻഷോട്ട് എന്റെ ഫോണിൽ അവൈലബിൾ അല്ല. അപ്പൊ ഇത് PDF ആയിട്ട് മേഡം ഇപ്പൊ എടുത്തത് കാരണം എന്താണോ, ടെക്സ്റ്റ് ബുക്ക് ആണ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. PDF സെൻഡ് ആക്കും എനിക്ക് അറിഞ്ഞൂടാ. കാരണം PDF കറക്റ്റ് അതൊന്നും ചോദിച്ചു നോക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് ആണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സ്റ്റുഡൻസ് ടീം ഇല്ലേ, നമ്പർ ഉണ്ടാവുമല്ലോ സ്റ്റുഡൻസ് ടീമിന്റെ നമ്പർ, അവിടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്തെങ്കിലും മേഡം മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി പറയോ? ഈ PDF-ന്റെ ഒക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സ്റ്റുഡൻസ് ടീമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നല്ലതായിരിക്കും കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യങ്ങളും മനസ്സിലായോ? അത് നമ്മള് ഈ ഗ്രൂപ്പിന്ന് അവരെ നമ്പർ എടുത്തിട്ട് വിളിച്ച് അന്വേഷിക്കാനാ മേഡം പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അല്ല, അത് നിങ്ങൾക്ക് നമ്പർ തന്നിട്ടില്ലേ? സ്റ്റുഡൻസ് ടീമിന്റെ നമ്പർ തന്നിട്ടില്ലേ? ഇല്ലല്ലോ. നിങ്ങൾ അഡ്മിഷൻ എടുത്തതാരാ? ആ ഒരു നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്തെന്ന് മേഡം? നിങ്ങൾ അഡ്മിഷൻ എടുത്ത ആ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതെയാ? ടെസ്റ്റിന്റെ കാര്യം ചോദിക്കാനാണ് ഞങ്ങള് ക്ലാസ് തുടങ്ങി. കഴിഞ്ഞ ദിവസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ മേഡം. അപ്പം മേഡം ക്ലാസ് എടുക്കുമ്പോ നമ്മൾ നോട്ട്സ് ആയിട്ട് എഴുതണ്ടേ? അപ്പൊ ടെസ്റ്റ് മാത്രം വായിച്ച് എക്സാം എഴുതുക വേണ്ട? എങ്ങനെയാ? അങ്ങനെയല്ലടാ, മോണ്ടിസോറിക്ക് ഇത്തിരി മാറ്റമുണ്ട്. കാരണം നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന എങ്ങനെയാണ്, ടെസ്റ്റ് മാത്രം വായിച്ചാണ് ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇതിന് അക്യൂർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 50% ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ 50% ഔട്ട് ഓഫ് സിലബസ് ആണ് വരുന്നത്. അത് പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ 50% ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ചിലപ്പോൾ കൂടുതലും പുറത്തുനിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും അതിൽ എഴുതാനായിട്ട് കൂടുതലായിട്ട് വരാം. അല്ലെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് അതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുന്നത്. അപ്പൊ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് ഒരുപാട് എന്തുണ്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ എല്ലാ ടീച്ചേഴ്സും ഇപ്പൊ നിങ്ങൾക്ക് 5 ടീച്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? 5 ഫാക്കൽറ്റീസ് ഉണ്ട്. ഇംഗ്ലീഷ് ആണ് ജോസ് സാർ എടുക്കണത്. ഇന്നലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ? ജോസ് സാറ്, പിന്നെ ഞാൻ, ആതിര മിസ്. വേറെ ആരെങ്കിലും വന്നോ? വേറെ ടീച്ചേഴ്സ് ആരെങ്കിലും പരിചയപ്പെട്ടോ? ഫസ്റ്റ് ഡേ ആശ്വതി ടീച്ചറുണ്ട്, ഞാനുണ്ട്, ജിഷു ടീച്ചറുണ്ട്. ഇന്നലത്തെ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്ന് വെച്ചാല് ഫോണിൽ ബാലൻസ് കഴിഞ്ഞിരുന്നു. അപ്പൊ ലേറ്റ് ആയിന് പൈസ കയറ്റാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്നലത്തെ ക്ലാസ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് സാർ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് എടുത്തു തോന്നുന്നു, അത്രേ ഉള്ളൂ. മതി. മൺഡേ സാർ ടൈം ടേബിൾ ഒക്കെ ഇട്ടിട്ടുണ്ടോ ഗ്രൂപ്പില്? കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതനുസരിച്ചിട്ട് ഓരോ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പായിട്ട്. 10:30-ക്കാണ് ക്ലാസ് അല്ലെ? 10:25 ഒക്കെ ആയപ്പോ നോക്കിക്കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ 10:30 ആയപ്പോഴും ഒരു 32 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? 18 to 30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോ ഇന്നായതുകൊണ്ടായിരിക്കും, ഇന്നലെ എന്താണ് ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു, ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലേറ്റ് ആയി പോയത്. അല്ലെങ്കിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ സ്ട്രെങ്സ്. 68 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ സ്ട്രെങ്ത്. കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചത്. ഇന്നലെ 54 പേരൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. 84 അല്ല 54 ഒക്കെ വരുന്നുണ്ട്. കുറവാന്ന് തോന്നുന്നു. അപ്പൊ ഓക്കെ, എന്തെങ്കിലൊക്കെ നോക്കിട്ട് അത്രയും പേരൊക്കെ ഉണ്ടാവും ഒരു ക്ലാസ്സില്. നിങ്ങളുടെ കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ
141 141 ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ പറഞ്ഞത് കാരണം 100 മേലെ സ്ട്രെങ്ത് എപ്പോഴും മോണ്ടിസോറിയില് കുട്ടികളുണ്ടാവും. കാരണം അവർ സ്കിപ്പ് ആക്കാറില്ല, ക്ലാസ്സുകളൊന്നും എന്ത് ചെയ്യാറില്ല, സ്കിപ്പ് ചെയ്യൂല. അവര് മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യും, ലീവ് ഒന്നും എടുക്കില്ല. അതേപോലെ തന്നെ കറക്റ്റ് 10:30 ആവുമ്പോഴേക്കും എല്ലാ കുട്ടികളും ഏകദേശം ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ 10:30 ആണ്, എന്നാൽ 10:35 പോയി ജോയിൻ ചെയ്യാം. അങ്ങനെയൊന്നല്ല കുട്ടികള് 10:30 എന്ന് പറയുമ്പോൾ 25 ആവുമ്പോഴേക്കും ജോയിൻ ചെയ്ത് ക്ലാസ്സിൽ വരണം. കാരണം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രയർ നിങ്ങള് മ്യൂട്ട് ചെയ്തതിന് ശേഷം സംസാരിക്കേണ്ടവരോ മ്യൂട്ട് ചെയ്താൽ പോരെ. എന്താ വെച്ചാൽ എല്ലാവരും മ്യൂട്ട് ചെയ്യും, നമുക്കിത് ക്ലിയർ ആവുന്നില്ല കോൺവെർസേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഞാനേ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ. അത് എല്ലാവരോടും ഞാൻ പറഞ്ഞു മ്യൂട്ട് ചെയ്യണം. കാരണം നമ്മൾ ഓരോരുത്തർക്കും സംസാരിക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ഭാഗത്ത് നിന്ന് മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് തുടങ്ങിയ സമയത്ത് എല്ലാവരോടും മ്യൂട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭൂരിഭാഗം പേരും മ്യൂട്ട് ആക്കുന്നില്ല. അത് മറന്നു പോണതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം എന്തായാലും നിങ്ങൾ സംസാരിക്കണേക്കാൾ മുമ്പ് മ്യൂട്ട് ആണോ നോക്കിയിട്ട് വേണം സംസാരിക്കാനൊക്കെ കേട്ടോ അവിടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ് പരിചയപ്പെടുന്നത്? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്റെ പേര് മീനു എന്നാണേ. ഓക്കെ മീനു, എവിടെ? ഞാൻ ആലപ്പുഴ ചേർത്തലയിലാണ് എന്റെ വീട്. എന്താ പഠിച്ചിരിക്കണേ? ഞാൻ +2 ഇക്വലന്റ് കോഴ്സ് ആയിരുന്നു ചെയ്തത്. അതിനുശേഷം ഡിപ്ലോമ കോഴ്സ് ചെയ്തായിരുന്നു, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ആണോ? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളല്ല, നമ്മുടെ ജനറൽ സ്കൂളിലാണ്. അവിടെ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകുമല്ലോ, അവർക്ക് ഒരു ഷാഡോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. പഠിച്ചൊരു 3-4 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ജോലിക്ക് കയറിയത്. ടീച്ചേഴ്സിന് 2 ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ കുട്ടികൾക്ക് KG സെഷനുള്ള കുട്ടികൾ 3 to 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ക്ലാസ് എടുക്കാം. അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ചൈൽഡ് ഉണ്ടാവും അല്ലേ, ആ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അവരെ ഒരേപോലെ തന്നെ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നോർമൽ സ്കൂളിലായിരിക്കും കിട്ടണത്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്പെഷ്യൽ സ്കൂളിൽ കിട്ടാം. അപ്പൊ നമ്മൾ അവിടെ വരുന്ന കുട്ടികളെ നമ്മുടെ കുട്ടികളായിട്ട് തന്നെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അവരെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു പ്രായം കൊണ്ട് ചിലപ്പോൾ ഒത്തിരി വലുതായിരിക്കും, പക്ഷെ അവരുടെ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരിക്കും. നമ്മൾ ആ ഒരു കൂടി അവർക്ക് എന്ത് ചെയ്യാം, അവർ ട്രീറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു മീനു. മ്യൂട്ട് ആക്കിക്കോട്ടെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാം, ഞാൻ ജ്യോതിലക്ഷ്മി. ഓക്കെ ജ്യോതി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ +2 കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു. ഒരു 6-7 വർഷം വർക്ക് ചെയ്തതാണ്. പിന്നെ മോളൊക്കെ ആയതിനു ശേഷം പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. ഇപ്പൊ ഇവൻ രണ്ടാമതും ഒരു മോളായി, 1.5 വയസ്സുണ്ട്. അപ്പൊ ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പം അന്നേരം ഒരു ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. താങ്ക് യു. മാമിന്റെ പേരെന്താ? ഞാൻ ലേറ്റ് ആയി ജോയിൻ ചെയ്യാന്. മോള് ഭയങ്കര വഴക്കായിരുന്നു രാവിലെ. മോൾക്ക് ചെറിയൊരു പനിയുണ്ട്, അപ്പൊ അതുകൊണ്ടാ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതെന്ന്. മനസ്സിലാവും. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പേരെന്താടാ? പേര് ചാന്ദിനി. ശാന്തിനി. ചാന്ദിനി. ശാന്തിനി, ഓക്കെ. എവിടെന്നാ വരുന്നത്? ഞാൻ കണ്ണൂര്. ക്വാളിഫിക്കേഷനോ എന്താ പഠിച്ചത്? ഡിഗ്രി കഴിഞ്ഞു, പിന്നെ IT, പിന്നെ ജിം കോഴ്സ് കഴിഞ്ഞു. ഓക്കെ, ഹലോ
ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, പറഞ്ഞോ മേഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നിഷാന എന്നാണ്. ഞാൻ നിഷ. ആലപ്പുഴ ജില്ല ഹരിപ്പാട് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ +2 പാസ്സായി കഴിഞ്ഞ് പിന്നെ കല്യാണമായിരുന്നു. മാരേജ് കഴിഞ്ഞ് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ച് കഴിഞ്ഞ് എനിക്ക് ഒന്നിനും പോകാൻ പറ്റിയിട്ടില്ല. ഒരു കുട്ടിയുണ്ട്. പിന്നെ എനിക്ക് ടീച്ചിങ് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഇതിൽ കയറിയതാണ്. പിന്നെ ഇനിയും കുട്ടി ഒന്ന് ഇച്ചിരി വളർന്നു കഴിയുമ്പം അപ്പോഴത്തേക്ക് എൻ്റെ കോഴ്സും കഴിയും. അപ്പൊ എനിക്ക് എവിടെങ്കിലും ഒന്ന് എവിടെങ്കിലും ഒന്ന് സെറ്റ് ആകാനുള്ള ഒരു ഇതിലാണ് ഞാൻ ഇതിൽ കയറിയത്. ഓക്കെ, അപ്പോ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോ ഒരു നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് ട്രെയിനിങ്ങിന് പോകുമല്ലോ ഇല്ലേ? കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ ട്രെയിനിങ്ങിന് പോകും. അപ്പൊ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ജോബ് വേക്കൻസി കിട്ടി നിങ്ങൾ ട്രെയിനിങ്ങിന് പോവാണ്. അപ്പൊ അവര് നിങ്ങളോട് പറയുന്ന സാലറി അല്ലെങ്കിൽ ഇൻസെന്റീവ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. പക്ഷെ ഒരിക്കലും ആ ചെറിയ ഇൻസെന്റീവ് ആണ് അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് പോവാതെ ഒന്നും ഇരിക്കരുത്. കാരണം നമുക്ക് മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്പീരിയൻസ് ആണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്തതായിട്ടുള്ളത് എന്താണ്? എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക? എക്സ്പീരിയൻസ് ഏൺ ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കേടാ. ഇപ്പൊ ആരാണ്? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അജിത, സ്ഥലം കൊല്ലം. ഞാൻ DLED കഴിഞ്ഞതാ. എന്നിട്ട് 6 മാസം വർക്ക് ചെയ്തിട്ടുണ്ട് ഹൈദരാബാദില് പ്രൈമറി ടീച്ചറായിട്ട്. അപ്പൊ അതിനിടയ്ക്ക് മാരേജ് ഒക്കെ ആയി. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോ ഡിഗ്രി ഇല്ലാതെ ഡിഗ്രി ഡിസ്റ്റന്റ് ചെയ്യുക. അതിനിടയിലാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെയാണ് ഈ കോഴ്സ് ചെയ്യാൻ ഇൻട്രസ്റ്റോടെ വന്നത്. മാമിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ട് ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു മാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എറണാകുളം ചെങ്ങമനാട് എന്ന് പറയും. ചെങ്ങമനാട്. ഞാൻ IT ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കഴിഞ്ഞ് 2 വർഷം വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ മാരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. 2 മക്കളായി. അതിപ്പോ പിന്നെ വർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മുടെ ടൈം കിഡ്സിന്റെ ഒരു ഡേ കെയർ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ബയോഡാറ്റ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോ ഒന്നില്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ എന്തെങ്കിലും മോണ്ടിസോറി TTC എന്തെങ്കിലുമാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, മോണ്ടിസോറിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തേക്ക് പോവാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ട്രെയിനിങ്ങിന്റെ ചോദിക്കും. മോണ്ടിസോറി കോഴ്സ് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്യണോ? ഓക്കെ, മോണ്ടിസോറിയുടെ കോഴ്സ് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് എന്താണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വരാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവര് അക്യൂർ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് ആരാണ് പരിചയപ്പെടുന്നത്? ഹായ് മാം. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഷാരിക. ഒരു മിനിറ്റ് ഷാരിക, ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ഓക്കെ, ഷാരിക പറഞ്ഞോടാ. എന്റെ പേര് ഷാരിക. ഞാൻ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണമായിരുന്നു. അതിനുശേഷം ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡാറ്റ എൻട്രി കോഴ്സൊക്കെ ചെയ്തായിരുന്നു. പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. പിന്നെ ഇപ്പം മോൻ 1.5 വയസ്സായതേ ഉള്ളൂ. അപ്പം അവൻ്റെ കൂടെ അവൻ്റെ കാര്യം നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ കോഴ്സും കൊണ്ടുപോകാം. അപ്പം അവൻ സ്കൂളിൽ പോകുന്ന പ്രായമാകുമ്പം എനിക്കും എന്തെങ്കിലും ഒരു ജോബ് നോക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ. ഹലോ മാം. ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഫാത്തിമ.
ഫാത്തിമ. ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 3 വർഷം ഗ്യാപ്പ് ഇട്ട്. അപ്പോൾ ടീച്ചിങ്ങിനോട് ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ MTTCനെ കുറിച്ച് അറിഞ്ഞ് അതുകൊണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്തതാണ്. ഓക്കെ ഓക്കെ. ഇനി ആരൊക്കെ ഗുഡ് മോർണിംഗ്. ചോദിക്കട്ടെ? ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് അഞ്ജു ആണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ കിളിമാനൂരിൽ നിന്നാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്, പക്ഷെ അത് 2008 പിന്നെ പിന്നെ HDFC ലൈഫിൽ FC ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇളയാളൊക്കെ അതിന് ശേഷം അതങ്ങ് ഡ്രോപ്പായി. ഇപ്പം വീട്ടിൽ ട്യൂഷൻ എടുക്കുക. ഹലോ Hello, മാം, ഗുഡ് ma'am. മോർണിംഗ്. ശ്രീലക്ഷ്മി. ഹലോ. ഹലോ മാം, ഗുഡ് മോർണിംഗ്. പറഞ്ഞോടാ. ഗുഡ് മോർണിംഗ്. മാം, എന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. എന്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പുലിയില എന്ന സ്ഥലത്താണ്. ഞാൻ TTC കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ DCA കോഴ്സ് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ പ്രൈമറി ചെയ്തായിരുന്നു. പ്രീ പ്രൈമറി ചെയ്തത് 2 വർഷത്തെ കോഴ്സായിരുന്നു PPTTC കഴിഞ്ഞത്. അത് കഴിഞ്ഞൊരു 6 month ഞാൻ വർക്ക് ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ഗൾഫിലോട്ട് വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് ജോലി അങ്ങ് വിട്ട്. പിന്നെ വർക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സ്കൂളുകളിലൊക്കെ ചോദിക്കുമ്പോൾ മോണ്ടിസോറിയാ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ PPTTCയും ഈ മോണ്ടിസോറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തോ മാം? TTC എന്ന് പറയുമ്പോൾ നമ്മള് 1 മുതൽ ഒരു എന്താ പറയാ 4 സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ 3 to 6 years ആണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മള് മോണ്ടിസോറിയില് നമ്മളൊരാളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ എന്താ പറയാ കാര്യങ്ങള് എന്താ പറയാ നമ്മള് പഠിപ്പിക്കല്ല, അവിടെ കറക്റ്റ് ആയിട്ടുള്ള ലെക്ചറിങ്ങോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കല്ല. ഓരോ കാര്യങ്ങളും നമ്മള് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ പ്രാക്ടിക്കൽ സെഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓരോ ഇൻസ്ട്രുമെന്റ്സും എങ്ങനെ യൂസ് ചെയ്യണമെന്നും അതേപോലെ അത് എങ്ങനെയാണ് കുട്ടിയുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അത് കൊണ്ടുവരുന്നതെന്നുമാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം ഒരു 3 to 6 years കഴിഞ്ഞ ഒരു കുട്ടി നമ്മള് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെച്ചിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് സുപരിചിതമായിരിക്കും. പുറത്തുള്ളൊരു വേൾഡിന്റെ ഒരു മിനി ഒരു ചെറിയൊരു ലോകം തന്നെ നമ്മൾ എവിടെ ക്രിയേറ്റ് ചെയ്യും? ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. അവരെ കൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങള് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയോ അവർക്ക് അതിൽ കൂടുതൽ പ്രാക്ടീസ് ആയിരിക്കും. അപ്പൊ അവരത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഒരു 6 years ഒക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ അവർക്ക് അതൊക്കെ എന്താണ് സുപരിചിതമായിരിക്കും. അവർക്ക് മുമ്പ് കണ്ടതിൽ നിന്ന് വേറെ വേർതിരിവുകളോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നും തോന്നില്ല. കാരണം അവർ മുമ്പേ പ്രാക്ടീസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് വീണ്ടും അവർ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ മാം. അങ്ങനെ പിന്നെ അതിനോടുള്ള ടീച്ചിങ് എന്നുള്ളത് ഒരു ഇഷ്ടമാണ്, താല്പര്യമാണ്. ഇനി നാട്ടിൽ ചെന്നിട്ട് വീണ്ടും ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാര്യം. ഓക്കേടാ. മോൻ പുറത്താണല്ലേ? എന്തോ മാം? മോൻ ഇവിടെ അല്ല, നാട്ടിലല്ല അല്ലേ? അല്ലല്ല, ഇപ്പൊ മസ്കറ്റിലാണ് മാം. ഓക്കേടാ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. ഹലോ മാം. ഹലോ. എൻ്റെ പേര് ശരണ്യ. ഞാൻ പാലായില് നെല്ലിയാനിയിലാണ്. 2 പിള്ളേരുണ്ട്. 10ാം ക്ലാസ് വരെ പോയുള്ളൂ. കൊറേ ബ്രേക്ക് ഒക്കെ ആയിട്ടായിരിക്കല്ലേ വന്നത്? നേരത്തെ കല്യാണം കഴിഞ്ഞു. പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല, അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴേത് കുടുംബശ്രീ വഴി അറിഞ്ഞതേ. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാന്ന് ഓർത്തോണ്ട് പറ്റുന്നൊക്കെ വിചാരിക്കുന്നു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും മാക്സിമം. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. സിമ്പിൾ ആണ് ഈ പോർഷൻസ്. ഞാനിപ്പോ കൈകാര്യം ചെയ്യുന്ന പോർഷൻസ് ഒക്കെ അത്യാവശ്യം സിമ്പിൾ ആണ്. ഇനി വരുന്ന ടഫ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ ടഫ് ആയിട്ടൊന്നല്ല, നമ്മുടെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് അതേപോലെ പ്രാക്ടിക്കൽ സെഷൻ ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോൾ ഡൗട്ട് വരാണെങ്കിൽ ആ എടുക്കുന്ന ഫാക്കൽറ്റിനോട് ആ എടുക്കുന്ന ടീച്ചറിനോട് അത് ക്ലാരിഫൈ ചെയ്ത് തന്നെ പോകണം. ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യണത്. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോകണം. കേട്ടല്ലോ? ഓക്കെ മാഡം. ഹലോ. ഹലോ. ഗുഡ് മോർണിംഗ് മാം. ഹലോ മാം.
പറഞ്ഞോടാ. എൻ്റെ പേര് ശ്യാമിലി എന്നാണേ. ശ്യാമിലി. ഞാൻ കൊല്ലം ജില്ലയില് പുലിയിലെന്നാണ് വിളിക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് BCom ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്, ടാലി, PhD ഒക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷത്തോളം അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പം പിന്നെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകാറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഫ്രീ ആയി. അപ്പം എന്തെങ്കിലും ഒരു കോഴ്സ് അല്ലെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ജോബിന് വേണ്ടി ട്രൈ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പം ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീച്ചിങ് ഫീൽഡിലോട്ട് നോക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. നമ്മള് ഇപ്പൊ തുടങ്ങുന്ന സമയത്ത് നമ്മള് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു ടീച്ചറിന്റെ ഒരു ഇതിലേക്ക് വരും. നമുക്കൊരു കാര്യം പ്രസന്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? മറ്റൊരാളുടെ മുമ്പിൽ ചേരുന്ന ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ ഭയങ്കര മടിയല്ലേ നമുക്ക് എല്ലാവർക്കും? അല്ല നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ആ മടി. നമ്മള് നല്ല കോൺഫിഡൻസോട് കൂടി ഓരോ കാര്യങ്ങളും പ്രസന്റ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പഠിക്കും. സെമിനാറൊക്കെ കുറെ നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ ചെയ്യിപ്പിക്കും നിങ്ങളെ കൊണ്ട് തന്നെ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സൽമ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പറഞ്ഞോടാ. എന്താ? എന്റെ വീട് സൽമ എന്ന പേര്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. +2 വരെ പഠിച്ചുള്ളൂ. +2 കഴിഞ്ഞ അവള് കല്യാണം കഴിഞ്ഞു. പിന്നെ അതിന്റെ ഇടയിൽ ടൈലറിങ് പഠിച്ചു. പിന്നെ കുടുംബശ്രീയുടെ എല്ലാം ഇങ്ങനെ സെൻസസിനെല്ലാം പോവാറുണ്ട്. ഇപ്പൊ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ കോഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ചു. ഓരോ കോഴ്സിനെ പറ്റി ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ അത് TTC, ആ ടീച്ചർ ഫീൽഡ് എനിക്ക് പണ്ടേ താല്പര്യമായിരുന്നു. അപ്പം അങ്ങനെ കണ്ടു, ഇപ്പൊ ജോയിൻ ചെയ്തു. ഹലോ മാം. ഹലോ. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് അനിറ്റ. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഉപ്പുതോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് കാമാക്ഷി, ഇടുക്കി തന്നെ കാമാക്ഷി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പൊ എനിക്കിപ്പോ 2 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടി 2 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അപ്പൊ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പോളിടെക്നിക്ക് കഴിഞ്ഞ് അവിടെ തന്നെ വർക്ക് ചെയ്യുമായിരുന്നു. ഡെമോൺസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു 2 വർഷം. അതിനുശേഷം ഞാൻ കല്യാണശേഷം പിന്നെ ഗൾഫിലേക്കൊക്കെ പോയിരുന്നു. അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഫീൽഡ് അല്ലായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഡോക്ടർ അസിസ്റ്റന്റ് ആയിട്ട്. അതിനുശേഷം കുട്ടിയായി കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നു. പിന്നെ അങ്ങനെ 2 വർഷം എൻ്റെ ഗ്യാപ്പ് വന്നു. ഇപ്പൊ രണ്ടാമത്തെ കുട്ടി ഡെലിവറി ആയിരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു കോഴ്സിനെ കുറിച്ച് ഫോണിൽ നോക്കിയപ്പോൾ കണ്ടത്. അപ്പൊ എന്തായാലും 1 വർഷം റെസ്റ്റ് ആണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചൊരു സർട്ടിഫിക്കറ്റും ആവും. പിന്നെ ടീച്ചർ ഫീൽഡാണ് എനിക്ക് ഇഷ്ടവും. അപ്പൊ അത് തന്നെ വർക്ക് ചെയ്തിരുന്നോണ്ട് ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയേക്കാന്ന് വെച്ച് ജോയിൻ ചെയ്തതാണ്. താങ്ക് യു. ഹലോ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജീന എന്നല്ലേ? അതെ അതെ, ജീന വർഗീസ്. ഞാൻ കോട്ടയത്ത് ഞാൻ PG കഴിഞ്ഞു. ഡിസ്റ്റൻസ് ആയിട്ടാണ് PG ചെയ്തത്. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളായി. അത് കാരണം പിന്നെ വേറെ വർക്കിങ്ങിനൊന്നും പോയില്ല. ഇപ്പൊ പിള്ളേരെയൊക്കെ നോക്കിയിരിക്കുന്നു. PG എന്താ ചെയ്തേ? എന്തിലാ PG ചെയ്തേ? MA സോഷ്യോളജി. MA സോഷ്യോളജി. ഓക്കേടാ. ഇനി ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ? ഹലോ. പറഞ്ഞോടാ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ റീജ, കണ്ണൂർ തലശ്ശേരിയിലാണ് താമസിക്കുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു മാസ് കമ്മ്യൂണിക്കേഷനിൽ. പിന്നെ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൽ. പിന്നെ കുറച്ചു കാലം വർക്ക് ചെയ്തു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എൻ്റെയും കല്യാണം കഴിഞ്ഞു, പിള്ളേരായി, അതോടെ എല്ലാം തീർന്നു. ഇപ്പം പിള്ളേരൊക്കെ ഏകദേശം ഇപ്പം ചെറിയൊരാളും കൂടി ഉണ്ട്. അയാളെ ഒരു അംഗനവാടിയിലും കൂടെ വിട്ട് ഒന്ന് ഇതിലേക്കെങ്കിലും ഇറങ്ങി തിരിക്കാമെന്ന് വിചാരിക്കണം. അത്രേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ പേര് അസ്മി. ഞാൻ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലാണ്. പിന്നെ ഞാൻ
+2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ PA വിത്ത് ടാലി അതാണ് കഴിഞ്ഞത്. വർക്കിനും കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. മാരേജ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഇപ്പം കുടുംബശ്രീ വഴിയാണ് ഇങ്ങനത്തെ ഒരു ഇത് പരിചയപ്പെട്ടത്. ആ ലിങ്കിൽ കയറി കാര്യങ്ങളൊക്കെ നോക്കി അവിടെ കോണ്ടാക്ട് ചെയ്തു. അപ്പം അത്രയും നമുക്കൊരു ജോലി ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസും എല്ലാം നമുക്ക് ഒരു തന്നു. അപ്പം അങ്ങനെയാണ് ഇതിൽ കയറുന്നത്. പിന്നെ ടീച്ചിങ് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളതാണ്. ഇത് കഴിയുന്നതോടുകൂടി ലൈഫിലൊരു നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയാണ്, ഒരുപാട് മാറ്റം വരും. കാരണം നമ്മള് മുമ്പ് പെരുമാറിയ പോലെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട്, നമ്മുടെ സ്വന്തം മക്കളോടാണെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടറിനൊക്കെ ഒരുപാട് മാറ്റം വരും ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ. ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങൾ വരും. നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. ഒരു 2 days കൊണ്ട് തന്നെ ഒരുപാട് ഒരു മൈൻഡൊക്കെ ഒരുപാട് ഒരു ചേഞ്ച് ആയ പോലെ ഫീൽ ആവുന്നുണ്ട്. കാരണം ഈ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തും. കാരണം ഞാനൊക്കെ ഫസ്റ്റ് മുമ്പ് കുട്ടിയോട് ഷൗട്ടൊക്കെ ചെയ്യുമായിരുന്നു. ദേഷ്യം വരുമ്പോൾ നമ്മളത് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ കോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അല്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷം ഞാൻ കുട്ടികളോട്, എന്റെ മക്കളോട് ഷൗട്ടൊന്നും ചെയ്യില്ല. കാരണം ദേഷ്യം വന്നാലും തമാശ രീതിയിൽ എടുക്കുള്ളൂ, ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. കാരണം അവരുടെ മനസ്സ് പെട്ടെന്ന് വിഷമിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യേണ്ടതൊക്കെ. നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമ്മളെ മാറ്റും, വേറൊരു ആളായിട്ട് മാറ്റാനായിട്ട് ഈ ഒരു കോഴ്സിന് പറ്റും എന്ന് വിചാരിക്കണം. തീർച്ചയായും. ഹലോ മാം, എൻ്റെ പേര് സുരമ്യ. മാം, എൻ്റെ പേര് സുരമ്യ എസ് നായർ. ഞാൻ കോട്ടയം ജില്ലയില് അതെ അതെ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രയർ. താങ്ക് യു മാം. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. BSc ഇലക്ട്രോണിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളായി. പിന്നെ എങ്ങും വർക്ക് ചെയ്തില്ല. ഒരു 10 വർഷത്തെ ഗ്യാപ്പായി ഇപ്പം തന്നെ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് എന്തെങ്കിലും ജോബിന് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനൊരു ആശാനാണ്, നിലത്തെഴുത്ത് ആശാൻ കളരിലെ. അപ്പം അതുകൊണ്ട് എനിക്കും ഒരു ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമാണ്. ഞാൻ തന്നെയാണ് മോളെ പഠിപ്പിക്കുന്നതും. മോള് ക്ലാസ്സിൽ ഫസ്റ്റാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തേ ഇങ്ങനെ ഇറങ്ങിക്കൂടെ എന്ന്. അപ്പം എനിക്കൊരു താല്പര്യം, അങ്ങനെ ഇത് കണ്ടതാണ്, അങ്ങനെ ഇതിൽ ജോയിൻ ചെയ്തതാണ് മാം. ഓക്കെ മാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാട്ട് പ്രയർ. അപ്പൊ നിങ്ങൾക്ക് പ്രയർ 2 ടൈപ്പ് പ്രയർ പറയാം, ഇംഗ്ലീഷോ മലയാളം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളത് പ്രിപ്പയർ ചെയ്യുക. ഓരോരുത്തരും ഓരോ ദിവസം പ്രസന്റ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരോടാണ് മടിയൊന്നും കാണിക്കരുത്. നിങ്ങൾക്ക് ഒരു ഭയം മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഒരു പേടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം പ്രയർ ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ ചെന്ന് ക്ലാസ് എടുക്കേണ്ട ടീച്ചേഴ്സ് ആണ്. ആ സമയത്ത് ഒരിക്കലും പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിച്ച് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് എന്താണ് ക്രിയേറ്റ് ചെയ്യണത് കേട്ടോ. ഓക്കെ, ഇനി ആരാ പരിചയപ്പെടാനുള്ളത്? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ആയിഷത്ത് ഇർഫാന. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. +2 കഴിഞ്ഞ് ഡിഗ്രി MLT എടുത്ത്. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് ഇപ്പൊ വെറുതെ ഇരിക്കുക. എല്ലാവരും മാരേജ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ കുട്ടികളൊക്കെ കുറച്ച് വലുതായി. അപ്പോ ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണല്ലേ എല്ലാവരും ഈ ഒരു കോഴ്സിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആരാണ് പരിചയപ്പെടാനുള്ളത്? ഹലോ ഹലോ ഹലോ, ലക്ഷ്മി. ഗുഡ് മോർണിംഗ് മാം. അതെ മാം, ലക്ഷ്മി. ലക്ഷ്മി വിനോദ് പറഞ്ഞോളൂ. അതെ മാം. എന്താണ്? ട്രിവാൻഡ്രത്താണ്. ഓക്കെ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സൊക്കെ പഠിച്ച് നമ്മുടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊരു HR എക്സിക്യൂട്ടീവായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു മോളുള്ളത് കാരണം ഞാനിപ്പം വർക്ക് അറ്റ് ഹോമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് ഞാൻ കുടുംബശ്രീ വഴി നമുക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് കണ്ടിട്ട് ജോയിൻ ചെയ്തതാണ്. ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാറുണ്ട് കുട്ടികളെ. ഏകദേശം
ആ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്ക് ഈ ടീച്ചിങ് ഫീൽഡിലോട്ട് വരാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. ഓക്കേടാ. ഇത് ഒരു എന്താ പറയാ റെസ്പെക്ട് ആണ്, ടീച്ചറാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മറ്റെന്ത് പ്രൊഫഷനേക്കാളും കൂടുതൽ ആൾക്കാർ നമ്മുടെ പ്രൊഫഷൻ എന്ത് ചെയ്യാറുണ്ട്, റെസ്പെക്ട് ചെയ്യാറുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു നല്ല പാഷനേറ്റ് ആയിട്ട് ടീച്ചിങ് ഇഷ്ടപ്പെട്ടാണ് വന്നേക്കുന്നത് അല്ലെ? ഓക്കെ, ഇനി ആരാണ് പരിചയപ്പെടാനുള്ളത്? ഹലോ മാം. ഹലോ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. പേര് പേരെന്താടാ? റാഷിദ. ഒരു മിനിറ്റ് റാഷിദ, മ്യൂട്ട് ചെയ്യോ? മഞ്ജുഷ അല്ലേ? പറഞ്ഞോടാ. +2 കഴിഞ്ഞതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. പുറത്ത് പോയി പഠിപ്പിക്കാനൊന്നും സമ്മതിക്കൂല. അങ്ങനെ വീട്ടിലിരുന്നിട്ട് നോക്കാന്നുള്ള ഇതില് അങ്ങനെ വന്നതാണ്. ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ആരാണ് പരിചയപ്പെടാനുള്ളത്? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ശുഭ എന്നാണേ. ശുഭ. ഞാൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്താ. ഞാൻ ഡിഗ്രി കഴിഞ്ഞതാ, ബികോം. അത് കഴിഞ്ഞ് ഡെന്റൽ ടെക്നീഷ്യൻ പഠിച്ചതാ. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു 6 വർഷം ജോലി ചെയ്തതാ. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഒരു മോളായി. അപ്പൊ പിന്നെ പോകാൻ പറ്റാഞ്ഞ് പോയില്ല. ഇപ്പൊ മോൾക്ക് 3 വയസ്സായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് പഠിക്കുവാണെങ്കിൽ 1 വർഷം കൊണ്ട് ഇത് എനിക്ക് കോഴ്സും തീരും. അപ്പൊ അടുത്ത വർഷം അവള് സ്കൂളിലേക്കൊക്കെ ആവുമ്പോ അവളെ സ്കൂളിലും വിടാം, എനിക്ക് എവിടെയെങ്കിലും ജോലിക്കും ട്രൈ ചെയ്യാന്ന്. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ജോലി ചെയ്തോടത്ത് എനിക്ക് തിരിച്ചു കയറാം. പക്ഷെ അത് ഒരുപാട് രാവിലെ നമ്മൾ പോണം, പിന്നെ നൈറ്റ് ഡ്യൂട്ടി വരും, പിന്നെ വൈകുന്നേരം 9 മണി 9:30 ആകും നമുക്ക് ജോലി കഴിയാൻ. അപ്പൊ നമുക്ക് കുഞ്ഞിനെയും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഞാൻ നോക്കിയപ്പോ കുഞ്ഞിന് അവധിയുള്ളപ്പോ നമുക്കും അവധി കിട്ടും, കുഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് പോയാൽ മതി, കുഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ടൈമിൽ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ കൊച്ചിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ബികോം കഴിഞ്ഞായതുകൊണ്ട് ബാങ്കിൽ എവിടെയെങ്കിലും നോക്കാന്ന് ഞാൻ ഇങ്ങനെ ബാങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കോഴ്സിന്റെ കാര്യം അറിയുന്നത്. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് കുട്ടിയെ മാനേജ് ചെയ്യാൻ പറ്റൂലോ, ആ ഒരു ടൈം കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ശരി മാഡം, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ശരി. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോടാ. എന്റെ പേര് പാർവതി എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. പിന്നെ നേഴ്സിംഗ് കംപ്ലീറ്റഡ് ആയിരുന്നു. പിന്നെ കരിയറിൽ 4 വർഷത്തോളം ഗ്യാപ്പ് വന്നു. നേഴ്സിംഗ്? എന്നിട്ട് എന്താ ജോബ്, അങ്ങനത്തെ ജോബ് നോക്കാനിത് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടാണ്? ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, 4 വർഷം ഗ്യാപ്പ് വന്നു. പറഞ്ഞോടാ. ഓക്കെ, വേറെ ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ? എന്റെ പേര് റിനി. എന്താണ്? എന്റെ പേര് റിനി. ഞാന് ഡിഗ്രി കഴിഞ്ഞു, പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്യൂഷൻ സെന്ററിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അവിടെ രാവിലെ നേരത്തെ 7 മണിക്കൊക്കെ പോകേണ്ട ഒരു ഇഷ്യൂ കാരണം, പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നത് ഇപ്പൊ വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ മോണ്ടിസോറി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്തതാണ്. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മഞ്ജുഷ. എടാ മോനെ മ്യൂട്ട് ഓൺ ആവുന്നത്, ഓൺ ആവുന്നു. അപ്പൊ അത് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് ഞാൻ അൺമ്യൂട്ട് ആക്കണത് കേട്ടോ. എൻ്റെ പേര് മഞ്ജുഷ സുനേഷ്. ഞാൻ ഡിഗ്രി പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ MA പോയിക്കൊണ്ടിരുന്നപ്പം മാരീഡ് കഴിഞ്ഞു. പിന്നെ പഠിപ്പ് അവിടെ അങ്ങ് മുടങ്ങി. പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാഷ്യൂൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്തു. പിന്നെ മാനേജരായിട്ട് 12 കൊല്ലം വർക്ക് ചെയ്തു. 2020 കൊറോണ ടൈമിൽ പിന്നെ അവിടുന്ന് ബ്രേക്കായി.
പിന്നെ പോയില്ല. പിന്നെ ഇപ്പോഴും വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഈ ഫീൽഡിനെ കുറിച്ച് അറിഞ്ഞത്. പിന്നെ ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ മ്യൂട്ട് ആക്കിക്കോട്ടെ. ഓക്കെ, ഹലോ മാം, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ നേമം എന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഞാൻ ഒരു 16 വർഷത്തെ ബ്രേക്കുണ്ട്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ അതിനിടയിൽ ഒരു ചെറിയ സ്റ്റിച്ചിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചു. അപ്പോൾ അത് വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ TTC എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ മോണ്ടിസോറി കോഴ്സിനെ കുറിച്ചിട്ട് ഞാൻ പണ്ട് അതായത് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുടുംബശ്രീ വഴിയിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അത് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടപ്പോൾ ഞാൻ ചേർന്നതാണ്. അപ്പോൾ എനിക്കിത് പഠിച്ചിട്ട് ഒരു പ്രൊഫഷനാക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. എത്രത്തോളം ആവുമെന്ന് അറിയില്ല, എന്തായാലും ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോ സമയം കഴിയാറായിട്ടുണ്ട്. പറഞ്ഞോടാ. എന്റെ പേരല്ലേ? എന്റെ പേര് അപർണ എന്നാണ്. അപ്പോ ടൈം കഴിയാറായിരുന്നു. സൈൻ ഔട്ടിന് വേണ്ടി ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് മാം, ഉണ്ട്. ഓക്കെ, സൈൻ ഔട്ട് പറയാം. നെക്സ്റ്റ് ക്ലാസ് മുതൽ മാക്സിമം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും കേട്ടോ. അപ്പൊ PDF ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണോ, അത് അടുത്ത ആഴ്ചക്കുള്ളിൽ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ബാക്കിയുള്ളവർ നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോ കേട്ടോ. Okay. You have to live before your dreams come true. APJ Abdul Kalam. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.